ജയറാം പറയുന്നത് എന്നെ കുടിക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, ഞാൻ പഞ്ചപാവമാണ്, പോയ വഴിക്ക് എൻ്റെ വീട്ടിലൊന്ന് കയറ്റി. ഇപ്പോ ജയറാം പറഞ്ഞത് മുഴുവൻ പക്ഷക്കള്ളമാണെന്ന് തെളിയുന്നു. അതായത് പോകുന്ന വഴിക്ക് കയറ്റിയതല്ല, ജയറാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വീട്ടിൽ വിളിച്ച് കയറ്റിയത്. അതിന് പാരിതോഷികം എന്ത് കൊടുത്തു എന്നുള്ളത് പുറത്തു വരാനുണ്ട്. ഒരു ദിവസമാണ് എല്ലാം കൂടി നടന്നത്. സ്വർണ്ണപ്പാളിയും കണ്ണടപ്പാളിയും ഒക്കെ പൂജിച്ചത് ഒറ്റ ദിവസമെന്ന് പറഞ്ഞു, ഒറ്റ ദിവസമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഒറ്റ ദിവസമല്ല, ഒരേ മാസത്തിൽ വിവിധ സമയങ്ങളിലാണ് അവിടെ നടന്നത്. ഇപ്പോൾ ജയറാം എന്തിനായിരിക്കും ഇങ്ങനെ കള്ളം പറഞ്ഞ് എന്തിനായിരിക്കും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? ജയറാം ആദ്യമേ കള്ളം പറഞ്ഞത് കുടുങ്ങും എന്ന് കണ്ട് കള്ളത്തരം കാണിക്കുന്നുകൊണ്ടാണ് കള്ളം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ആദ്യം പറഞ്ഞത് ശരിയാണോ എന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നെ പറ്റിച്ചത്, അല്ലെങ്കിൽ സ്പോൺസർമാരെ കണ്ടെത്തുന്നതിനകത്ത് വലിയ ആൾക്കാരെയാണല്ലോ സ്പോൺസർമാരെ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു അല്ലെങ്കിൽ ശബരിമല ശാസ്താവിൻ്റെ ഇത് അവിടെ വെച്ച് പൂജിക്കാം, അതിനൊരു അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷേ ആ വിചാരത്തിനകത്ത് ഒരു തർക്കം വന്നത് എവിടാണെന്ന് അറിയാമോ? ഇപ്പോൾ ഏറ്റവും അവസാനം അന്വേഷിക്കുമ്പോഴും ജയറാം പലവട്ടം ഈ കാര്യത്തിനകത്ത് കൃത്യമായിട്ട് കള്ളം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ജയറാം ഇതിനകത്ത് കള്ളൻ പറയുന്നു എന്ന് ആദ്യമേ തോന്നിയത്. അപ്പം ഈ തോന്നിയതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ അവിടെ ഈ പറയുന്ന ദ്വാരോപാല ശില്പമോ വാതിൽപ്പടിയോ ഏതോ ഒന്ന് അവിടെ കൊണ്ടുവച്ച് എൻ്റെ വീട്ടിൽ വെച്ച് പൂജിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ പൂജിക്കാൻ ഒരു അനുമതി എനിക്ക്, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവച്ച് പൂജിക്കാനുള്ള അനുമതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖേന കിട്ടി. അപ്പോൾ ഞാൻ 150 രൂപ ദക്ഷിണ കൊടുത്തു. അവിടം കൊണ്ടാണ് ജയറാമിനെ സംശയത്തിൻ്റെ ആദ്യഘട്ടം. കാരണം ജയറാമിൻ്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന ദ്വാരപാല ശില്പമോ വാതിൽപ്പടിയോ അല്ലെങ്കിൽ കട്ടളപ്പടിയോ പൂജിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 150 രൂപ ദക്ഷിണയ്ക്ക് ഒരു വട്ടവും അത് അവിടെ വെച്ച് പൂജിക്കത്തില്ല. കാരണം 150 രൂപ ദക്ഷിണ അല്ലല്ലോ കൊടുക്കുന്നത്. കാരണം അയാൾ ഒന്നും ചോദിച്ചില്ല. ഇപ്പം അയാൾ ഒന്നും ചോദിച്ചില്ല, അവിടെ വെച്ചൊരു പൂജ നടത്തി കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞു. പൂജയുടെ ചെലവിന് ശേഷം ദക്ഷിണ ഇയാളുടെ ഒരു സ്റ്റാറ്റ് അനുസരിച്ച് 150 രൂപയാണ് കൊടുക്കുന്നത്. 150 രൂപയുമല്ല, ഒരു 5000 10,000 രൂപ വരെ മിനിമം ഏറ്റവും കുറഞ്ഞത് കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് 150 രൂപ എന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് സംശയം. പിന്നെ ഇതിനകത്ത് ജയറാം പറഞ്ഞു ഒരു വട്ടം അവിടെ വെച്ച് പൂജ നടത്തി എന്ന് പറഞ്ഞു. ഇപ്പം വരുന്നത് അന്വേഷണം, ഈ വിഷയത്തിനകത്ത് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലാവരും ഈ SITയുടെ അല്ലെങ്കിൽ അന്വേഷണത്തിനകത്ത് പാളിച്ച ഉണ്ടെന്ന് കണ്ട്, അല്ലെ സംശയം ഉണ്ടെന്ന് കണ്ട്, ഇഴച്ചിലുണ്ടെന്ന് കണ്ട്, കോടതി പലവട്ടം ഇതിനകത്ത് ഇടപെടുമ്പോൾ മാത്രം ഒരു നീക്കമുണ്ടെന്ന് കണ്ട്, ഈ വിഷയം വലിയ വലിപ്പത്തിലുള്ള വിഷയമായതുകൊണ്ട് ഓരോരുത്തരും ഓരോ ദിവസവും എക്സ്ക്ലൂസീവ് വാർത്ത ഉണ്ടാക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ മത്സരിക്കുന്നതിൻ്റെ കൂടെ റിപ്പോർട്ടർ മത്സരിക്കുന്നുണ്ട്, ഏഷ്യാനെറ്റ് മത്സരിക്കും. ഇപ്പോൾ മാതൃഭൂമി അന്വേഷിച്ചു അല്ലെങ്കിൽ കണ്ടെത്തിക്കൊണ്ടുവരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജയറാം പൂർണ്ണമായിട്ടും ഇതിനകത്ത് കള്ളത്തരങ്ങൾ കാണിച്ചിരിക്കുന്നു. ജയറാമിൻ്റെ വീട്ടിൽ ഒരു വട്ടമല്ല പൂജ നടന്നിട്ടുള്ളത്, 2 വട്ടം നടന്നതായിട്ട് ഈ പറയുന്ന പോലെ മാതൃഭൂമി ന്യൂസിന് വ്യക്തത വരുത്തിയുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഫോട്ടോഗ്രാഫ്സ് അതിൻ്റെ കാര്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തിനാണ് കള്ളം പറഞ്ഞു? ഇതിനകത്ത് 3 വട്ടം 2019 വാതിൽ ദ്വാരപാല ശില്പം ഇത് 3 മാസത്തിൽ 3 വട്ടമായിട്ടാണ് ഇളക്കിക്കൊണ്ട് പോയിരിക്കുന്നത്. 1, 2 ജൂൺ, അങ്ങനെ ജൂൺ മാസം 1, പിന്നെ എനിക്ക് തോന്നുന്നു 2 മാസം, ഏതായാലും വലിയ വ്യത്യാസമില്ലാതെ. അപ്പോൾ 3 സമയത്താണ് ഇത് കൊണ്ടുപോയത്. ഈ 3 സമയത്തും അവിടെ പൂജ നടത്തിയിട്ടുണ്ടോ അതോ 2 സമയത്തേ നടന്നിട്ടുള്ളൂ? ഏതായാലും 2 സമയത്ത് നടന്നതായിട്ട് വ്യക്തമായിട്ട് പോകും. ജയറാമിൻ്റെ പേരിൽ ഇതിനകത്ത് വന്ന ആക്ഷേപം എന്താണെന്നറിയോ? ശരിക്കും അതൊരു പൂജയല്ലായിരുന്നു. അത് ഈ പറയുന്ന പോലെ കടൽ കടത്തുന്നതിനും അന്താരാഷ്ട്ര റാക്കറ്റ് ഈ മാതിരിയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനും അതിൻ്റെ ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് സംശയമില്ലാത്ത രീതിയിൽ സാധനങ്ങൾ കാണുന്നതിന് വേണ്ടി പൂജയുടെ മറവിൽ ജയറാമിൻ്റെ വീട്ടിൽ പൂജയാണെന്ന് പറഞ്ഞു. പൂജയാകുമ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ. ജയറാം സെലിബ്രിറ്റി ആകുമ്പോൾ അവിടെ വലിയ വലിയ ആൾക്കാർ ആ രീതിയിലേക്കുള്ള ഒരുക്കം നടത്തിയിരുന്ന അന്ന് വന്ന ആക്ഷേപം ഇതിനെപ്പറ്റി നമുക്കറിയത്തില്ല. എന്തായാലും അന്ന് വന്ന ആക്ഷേപം അത് സംശയം ബലപ്പെടുന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഇതും കൂടെ വരുമ്പോൾ ജയറാമിൻ്റെ പുറയിലേക്ക് തൂങ്ങും. ജയറാമിൻ്റെ പൂജ ഒരു വട്ടം നടന്ന് പറയുന്നത് ഇയാളെന്തിനാ പിന്നെ ഇവിടെ പൂജ നടത്തിയത് സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജ നടത്തിയപ്പോൾ അവിടെ പ്രത്യേക അനുഗ്രഹം വല്ലതും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഈ കാർട്ടിലിനകത്ത് ഇദ്ദേഹം ഉണ്ടോ എന്നുള്ള സംശയം കൂടുതൽ വരുന്നു. കാരണം ഇദ്ദേഹം പറയുന്നതെല്ലാം തെറ്റാണ്, ഇദ്ദേഹം പറയുന്നതെല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളാണ്.
അത് ഏതാണ്ട് താഴെ അറ്റം തൊട്ട്, അതായത് കള്ളത്തരം ചെയ്താൽ കള്ളം പറയുമെന്ന് പറയുന്നത്. കാരണം വെപ്രാളമാണല്ലോ, പിടിക്കുമോ എന്നുള്ളതാണല്ലോ. കാരണം ചെയ്ത പ്രവൃത്തിയുടെ വ്യാപ്തി അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അന്വേഷണം വരുമ്പോൾ പല കാര്യങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി അതിബുദ്ധി പ്രയോഗിക്കുമ്പോൾ ഇതെല്ലാം തെറ്റിപ്പോവും. മനസ്സിലായി? അതാണ് ദക്ഷിണയുടെ കാര്യത്തിൽ വന്നത്, പൂജയുടെ കാര്യത്തിൽ വന്നത്. ഇപ്പം ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഈ കേസ് ഒരു വല്ലാത്ത വഴിത്തിരിവിലേക്ക് പോവുകയാണ്. കേസ് SITയുടെ കയ്യിൽ നിൽക്കുമെന്ന് കണ്ടുകൊണ്ട് SITയെ നിയന്ത്രിച്ചിരുന്നു, ആരൊക്കെ ചവിട്ടി പിടിച്ചിരുന്നു. അല്ലെങ്കിൽ അതുകൊണ്ടാണ് അരിപ്പ വെച്ചത്. അരിപ്പ വെച്ചതിനകത്തുനിന്ന് അകത്തുപോയി, അരിപ്പയ്ക്ക് വെളി നിർത്തിയിരുന്ന തന്ത്രി അകത്തുപോയി. മന്ത്രി ഇപ്പം അകത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്കുണ്ട്. കാരണം മന്ത്രിയെ വേറെ ചിലർ വട്ടം കൂടുന്നുണ്ട്. അപ്പോൾ SITക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ ജയറാമിൻ്റെ പേരും ഈ രീതിയിൽ വന്നാൽ ജയറാമും അകത്തു പോകും. കാരണം SITക്ക് ഈ കേസ് കേന്ദ്രം ഇടപെടുന്നു. ഇന്നലെ മോദി വന്ന് പറഞ്ഞ് പിടിക്കും. അത് മോദിയെ നേരത്തെ ആലോചിച്ചുകൊണ്ടാ ഇവിടെ ഈ കേസിനകത്ത് ആരും പറയാതിരുന്നപ്പോൾ ED നേരിട്ട് വന്നത്. കേസിനകത്ത് സാമ്പത്തിക കൊള്ളയുണ്ടോ എന്ന് അന്വേഷിക്കണം, സാമ്പത്തിക തിരിമറി ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അതുകൊണ്ട് അതിൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസ് വേണം. കേരള ഗവൺമെൻറ് എടുത്ത് SITക്ക് എടുത്ത് ചോദിച്ചു പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഞങ്ങൾ അന്വേഷിച്ചോളാം, അല്ലെങ്കിൽ അതിന് അനുമതി കൊടുക്കുന്ന അവസ്ഥയില്ല. കോടതിയിൽ ചെന്ന് ചോദിച്ചു പറഞ്ഞ് എല്ലാം കൂടെ എടുത്ത് പറയുക, അവർ അന്വേഷിക്കട്ടെ, ഇതിനകത്ത് ആർക്കാ ഛേദം. കോടതി എന്നിട്ട് പറഞ്ഞ് 98 തൊട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ കാർട്ടലുണ്ട്, കൊള്ളയുണ്ട്, അതിനകത്ത് അന്വേഷണം സുതാര്യമല്ല എന്നുള്ള രീതിയിൽ കോടതിക്ക് പലവട്ടം ബോധ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി വരുന്നെങ്കിൽ വരട്ടുന്നത്. കേന്ദ്ര ഏജൻസി അന്വേഷണം തുടങ്ങിയത് തന്നെ നമ്മുടെ PFIക്കാരൻ്റെ ആണല്ലോ. ഇതിനു മുമ്പ് നമ്മൾ ഈ പറഞ്ഞ ED ഇവിടെ വന്ന് ഇതുപോലെ കോളിളക്കം സൃഷ്ടിച്ച് ലോക ശ്രദ്ധ ആകർഷിച്ച്, അല്ലെങ്കിൽ ലോകം ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള റെയ്ഡ്, ഇതുവരെ നടക്കാത്ത രീതിയിലുള്ള റെയ്ഡ് നടത്തി ഇവിടുന്ന് ആൾക്കാരെ കൊണ്ട് അതേ രീതിയിലുള്ള ഒരു റെയ്ഡായിരുന്നല്ലോ നടന്നത്. 3 സംസ്ഥാനങ്ങളിൽ 28 ഇടത്ത് ഒരേ സമയത്ത് 4ഓളം വരുന്ന യൂണിറ്റുകളിൽ നിന്ന്, EDയുടെ യൂണിറ്റുകളിൽ നിന്ന്, കോഴിക്കോട്, ചെന്നൈ, തിരുവനന്തപുരം, ബാംഗ്ലൂർ നടന്നും 150ഓളം ഉദ്യോഗസ്ഥരെ വെച്ചല്ലേ ഇത് നടത്തിയത്. അപ്പോൾ അതിനകത്തുനിന്ന് അവർ കണ്ടെത്തി, അവരുടെ അതിനകത്തുനിന്ന് കിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് 35 പേരെ ഈ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ 8ഓളം സ്ഥാപനങ്ങൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് എന്നിപ്പോൾ പൂജ നടത്തി ജയറാം പോയിരുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഈ പറഞ്ഞ ദക്ഷിണേന്ത്യയിലെ സ്വർണ്ണക്കൊള്ളക്കാരുടെ ആള് തന്നെയാണ്. ശബരിമലയിലെ സ്വർണം മാത്രമല്ല ഉരുക്കിയിരിക്കുന്നത്, ദക്ഷിണേന്ത്യയിൽ പല അമ്പലങ്ങളിലെയും സ്വർണം ഉരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ധാരണയായല്ലോ. സ്മാർട്ട് ക്രിയേഷൻസിനകത്ത് നടക്കുന്ന കാര്യത്തിനകത്ത് EDക്ക് വ്യക്തത വന്നു. അതിനകത്ത് ഈ പറഞ്ഞ ജയറാം വന്നിട്ടുണ്ട്. ജയറാമിൻ്റെ വീട്ടിൽ ഒരു വട്ടമല്ല ജയറാം പറഞ്ഞതുപോലെ പൂജ നടന്നത്, 2 വട്ടം നടന്നതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ജയറാം പറഞ്ഞതൊക്കെ പല മൊഴി, ആദ്യം തന്നെ ജയറാം മാധ്യമങ്ങളോടും പറഞ്ഞതും അല്ലെങ്കിൽ ജയറാമിനോട് ഓറലി ചോദിച്ച ചോദ്യങ്ങളും യാഥാർത്ഥ്യവുമായിട്ടും തുലനം ചെയ്യുമ്പോൾ പൊരുത്തക്കേടുകളുണ്ട്. അതായത് ED ഇതിൻ്റെ പുറകിൽ കൂടിയപ്പോൾ ഈ പറയുന്നത് പോലെ വീണ്ടും ED വന്നപ്പോൾ അവർക്കറിയാം ഇതിൻ്റെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കുന്നതിനകത്ത് വരുമ്പോൾ ഗൂഢാലോചനയുടെ കാര്യം തെളിയും. അതിൻ്റെ അന്വേഷണമായിട്ടുള്ള കസ്റ്റോഡിയൻ ആരാകും? CBI ആകും. CBI വരുമ്പോൾ CBI അനുമതി വയ്ക്കുമ്പോൾ കോടതി അന്നേരം കൊടുക്കും. അന്നേരം ഇതിനകത്ത് SITയുടെ അന്വേഷണത്തിനകത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും രക്ഷപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാർ ലിസ്റ്റ് കൂടി പുറത്തു വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ആൾക്കാരെ ഇനിയിപ്പം SIT തന്നെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരും. അല്ലാത്ത വെളിയിൽ നിന്നുള്ള ആൾക്കാരെ ഞങ്ങൾ അത്രയും വ്യാപ്തമായിട്ട് അന്വേഷിക്കാനുള്ള കഴിവില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതായത് ജയറാം കുരുങ്ങും, EDയുടെ വലയിൽ ജയറാം വീഴും. ഒരുപക്ഷെ അത് കണ്ടുകൊണ്ട് ജയറാമിനെതിരെ ഇനി അന്വേഷണവും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലും അറസ്റ്റും ഒക്കെ ഉണ്ടായേക്കാം. ഏതായാലും ജയറാം ഇതിനകത്ത് ഒരു നല്ല ഭക്തനായതുകൊണ്ട് സംഭവിച്ചാൽ എന്തൊക്കെയോ വെളിയിൽ പറയുന്നതുപോലുള്ള നിഗൂഢതകളുണ്ട്. അല്ലെങ്കിൽ ജയറാം സത്യം പറഞ്ഞതിനെയും ജയറാമിൻ്റെ മൊഴിയിൽ പൊരുത്തക്കേട് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു.